Hi dear friends, welcome back to Xylem. അനകമസാണ് മക്കളെല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടിരിക്കല്ലേ. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായി നിൽക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം മിസ് ഒരു വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളതെന്നും ഓരോ ചാപ്റ്റേഴ്സിനും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോടൊപ്പം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, മിസ് അതിനനുസരിച്ച് വീഡിയോസായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയ സമയത്ത് എസ് ക്വസ്റ്റ്യൻസ് ഇടുമോ മിസ് എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് മിസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ഡിസ്കസ് ചെയ്യാനാണ്. പോകെ നമുക്ക് 7 ചാപ്റ്റേഴ്സ് അല്ലേ, 4 ചാപ്റ്റേഴ്സിനാണ് എസ് ചോദിക്കാം. പോകെ മിസ് ബാക്കി എസ്സേസും ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മിസ് അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്. ഇന്ത്യ ചൈന റിലേഷനാണ്. ഈ ഇന്ത്യ ചൈന റിലേഷൻ നമുക്ക് ഇന്ത്യ ചൈന വാർ എന്ന രീതിയിലും എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ 8 മാർക്കിനുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ പഠിക്കാം. ഇത് ഓണത്തിന് 7 ചാപ്റ്റർ ആണല്ലോ മിസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് ഉണ്ടാകുമ്പം എസ്സേകളൊക്കെ മാറുമല്ലോ, പുതിയ ചാപ്റ്റേഴ്സ് വരുമല്ലോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് വരും. പക്ഷേ ഇത് നമുക്ക് പറയത്തില്ലേ, എല്ലാ കാലം, അതായത് നമ്മൾ ഓൺ എക്സാമിനായാലും ക്രിസ്മസിനായാലും അതേ കണക്ക് നമ്മുടെ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു എക്സയാണ് ഇന്ത്യ ചൈന വാർ എന്നുള്ളത്. അത് ഇന്ത്യ ചൈന റിലേഷൻ എന്ന് പറയുന്ന ലേബിൾ ആ ഒരു പേരിലും എന്ത് ചെയ്യും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു ഫ്രണ്ട്ലി നോട്ടിൽ തന്നെയായിരുന്നു, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് നമുക്ക് പറയാം. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ആദ്യമായിട്ട് അംഗീകരിച്ച ഒരു രാജ്യം എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അതേപോലെ തന്നെ നമ്മൾ ഗ്രാജുവലി നമുക്കൊരു കോഡിയൽ റിലേഷൻഷിപ്പ് ആരുമായിട്ട്, ചൈനയുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷനിൽ ഒരു വിള്ളൽ വരാൻ കാരണം എന്ന് പറയുന്നത് ദലൈ ലാമ ഇഷ്യൂയും അതിർത്തി തർക്കവുമാണ്. നമ്മൾ ഇവരെ കുറിച്ചുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ തുടക്കത്തിലൊരു ഫ്രണ്ട്ലി നോട്ടിൽ തന്നെയാണ്. പിന്നെ ഒരു കോഡിയൽ റിലേഷനിലേക്ക് നമ്മൾ ഗ്രാജുവലി പോകാൻ കാരണം ദലൈ ലാമ പ്രശ്നവും അതേപോലെ തന്നെ നമ്മൾ അതിർത്തി തർക്കവുമാണ്. അതാണ് പിന്നീട് എന്തായി മാറിയത്, നമ്മുടെ യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ വാറിലേക്ക്, ഇന്ത്യ ചൈന വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മക്കളെ നോക്കിക്കേ, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയും ചൈനയും എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയറായ സോ എലായും കൂടെ 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. പഞ്ചശീൽ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. ഇതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. ഒന്നെന്താ, മ്യൂച്വൽ റെസ്പെക്ട് ഓഫ് ഈച്ച് അതേഴ്സ് ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവേണിറ്റി. നമ്മൾ ഇന്ത്യ ചൈനയുടേതായാലും ചൈന ഇന്ത്യയുടേതായാലും ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റിനെയും സൊവേണിറ്റി പരമാധികാരത്തെയും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. മ്യൂച്വൽ നോൺ അഗ്രഷൻ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ ചൈനയുടെയും ചൈന ഇന്ത്യയുടെയും ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടാൻ പാടില്ല. ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനഫിറ്റ്, അതേപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനം അല്ലേ, സമാധാനപരമായ സഹവർത്തിത്വം. ഇങ്ങനെ 5 തത്വങ്ങളാണ് എവിടെ ഉണ്ടായിരുന്നത്, 5 തത്വങ്ങളാണ് എവിടെ ഉണ്ടായിരുന്നത്, പഞ്ചശീൽ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ നടന്നു, ഇവർ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? ഇന്ത്യ ചൈന വാർ 1962 നടക്കാനുള്ള പ്രധാനപ്പെട്ട 2 റീസൺസ് ആണ്. ഒന്ന് ദലൈ ലാമ ഇഷ്യൂയും, രണ്ടാമത്തത് ബോർഡർ ഡിസ്പ്യൂട്ടും. നമുക്ക് ആദ്യം ടിബറ്റിലേക്ക് നമുക്ക് പോകാം. ടിബറ്റിൽ നിന്നാണ് ദലൈ ലാമ ഇഷ്യൂ എല്ലാം എന്ത് ചെയ്യുന്നത്, കടന്ന് വരുന്നത്. 1950 ചൈന പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ടിബറ്റ് വിട്ടുകൊടുക്കുന്നു. ആ സമയത്ത് ചൈനക്കാരോട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഭ്യന്തര സ്വയംഭരണമൊക്കെ കൊടുക്കണമെന്ന്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ചൈന ചെയ്യുന്നില്ല. ചൈന ടിബറ്റൻ കൾച്ചർ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തത്, ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെതിരെ ആര് വരികയാണ്, നമ്മുടെ ഇന്ത്യ ഒപ്പോസ് ചെയ്തു. ഇത് പാടില്ല എന്ന് ഇന്ത്യ പറയുകയുണ്ടായി. അങ്ങനെ 1959
ദലൈലാമ, അതായത് നമ്മുടെ ഇവിടുത്തെ ടിബറ്റിലെ സ്പിരിച്വൽ ലീഡർ ആയിരുന്ന ദലൈലാമ ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതേ രീതിയിൽ എന്ത് ചെയ്യാണ് ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചത്. അക്കോർഡിംഗ് ടു പഞ്ചശീൽ എഗ്രിമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞു ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടരുത്. 1950 മുതൽ പൂർണ്ണമായും ടിബറ്റ് ചൈനയുടേതാണ്. അപ്പൊ നമ്മൾ സഹായം ചെയ്യുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, അവരോട് അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇത് ചൈന എന്തായിട്ട് കണ്ടു, ചൈന പറയുകയേണ്ട ഇന്ത്യ വാസ് എൻഗേജിങ് ഇൻ ആന്റി ചൈനീസ് ആക്ടിവിറ്റി. ഇന്ത്യ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആന്റി ചൈനീസ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുകയാണ്. നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെട്ടു എന്ന് ആര് ഡിക്ലെയർ ചെയ്തു, നമ്മുടെ ചൈന ഡിക്ലെയർ ചെയ്തു. പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതാണ് ദലൈലാമ ഇഷ്യൂ ആയിട്ട് ഒന്നാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത്. രണ്ടാമത്തേലേക്ക് നമ്മൾ വരുമ്പോൾ അതിർത്തി തർക്കം, ബോർഡർ ഡിസ്പ്യൂട്ട് ആണ് പറയുന്നത്. ഈ അതിർത്തി തർക്കം എന്ന് പറയുന്നത് എന്താണ്, ദ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ദലൈലാമ ഇഷ്യൂവിന് ശേഷം കൂടി വന്നു. ചൈന ഡിമാൻഡ് ചെയ്ത 2 സ്ഥലങ്ങളായിരുന്നു ജമ്മു കാശ്മീരിലെ അക്സായി ചിന്നും അതേപോലെ അരുണാചൽ പ്രദേശിലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി NEFA എന്ന് പറയുന്ന ഏരിയയും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. പറയുക മാത്രമല്ല, ഇവര് കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ട് അവിടെ റോഡുകൾ നിർമ്മിക്കാനും തുടങ്ങി. അങ്ങനെ 1962 യുദ്ധത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചൈന ക്ലെയിം ചെയ്തത് എന്താണ്, ഈ 2 ഏരിയാസും അക്സായി ചിന്നും അതേപോലെ അരുണാചൽ പ്രദേശും ആർക്ക് വേണമെന്നും അരുണാചൽ പ്രദേശിലെ NEFA ഏരിയയും വേണമെന്നിങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ക്ലെയിം ചെയ്ത് ഇന്ത്യ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അക്സായി ചിന്നിലെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അവിടെയാണ് മിസ് നേരത്തെ പറഞ്ഞതുപോലെ റോഡുകൾ നിർമ്മിച്ചത്. ഒരുപാട് ഡിസ്കഷൻസ് 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെങ്കിലും ഒരു സെറ്റിൽമെന്റും ഉണ്ടായിരുന്നില്ല. 1962 ഒരു മാസീവ് അറ്റാക്ക് ആര് നടത്തുന്നു, നമ്മുടെ ചൈന ഇന്ത്യക്ക് നേരെ നടത്തുകയാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് ഇന്ത്യ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അക്കോർഡിംഗ് ടു പഞ്ചശീൽ അഗ്രിമെന്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചൈന എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആക്രമണത്തിൽ, അതായത് ഇന്ത്യ ആയിട്ട് 1962 ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അരുണാചൽ പ്രദേശിലെ കുറച്ച് കീ ഏരിയകൾ എന്ത് ചെയ്യാണ്, പിടിച്ചെടുത്തു. ആൻഡ് ദേ അഡ്വാൻസ് ടു എൻട്രി പോയിന്റ് ഓഫ് ആസാം പ്ലെയിൻസ്. ആൻഡ് ചൈന ആ സമയത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഒരുപാട് ട്രൂപ്സിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഇന്ത്യയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു, എന്ത് റിസൾട്ടാണ് മക്കളെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഉണ്ടായത്? നമുക്ക് ഈ ഒരു യുദ്ധം കൊണ്ട് വളരെയധികം ഒരു നാണക്കേട് ഉണ്ടാവുകയാണ്. ഇന്ത്യയുടെ അകത്തായാലും പുറത്തായാലും വൻ രീതിയിൽ നാണക്കേട് ഉണ്ടാകുന്നു. സോ ഈ ഒരു നാണക്കേടിന്, അതായത് നമ്മളൊരു അപമാനത്തിൽ നിന്നും നമുക്ക് നാഷണലിസം, ദേശീയത ഉയർന്നു വരികയും എങ്ങനെയെങ്കിലും ചൈനയെ നമുക്ക് എന്ത് ചെയ്യണം, തോൽപ്പിക്കണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാൻ നമ്മളെ മനസ്സിൽ വരികയും നമ്മളെ ബൗണ്ടറീസ് കൂടുതൽ സ്ട്രോങ് ആക്കണം എന്നുള്ള ഒരു ആശയം നമുക്ക് വരികയും ചെയ്യുന്നു. ആ സമയത്ത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു നാണക്കേട് കാരണം ഒരുപാട് ടോപ്പ് കമാൻഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ VK കൃഷ്ണമേനോൻ ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. ഗവൺമെന്റിനെതിരെ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നു. അതിനുശേഷം ഈ ഒരു യുദ്ധത്തിന് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരുപാട് സ്ഥലങ്ങളിൽ സീറ്റ് നഷ്ടപ്പെടുന്നു. മിലിറ്ററി അത്രയും കാലത്തോളം നമ്മൾ മിലിറ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വൻ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിലിറ്ററിക്ക് കൂടുതൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമ്മുടെ 5 ഇയർ പ്ലാനിനെയും ഈ ഒരു യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് 1964 നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്പ്ലിറ്റ് സംഭവിക്കുകയും CPIയും CPIMുമായി മാറുന്നു. അതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ടു ഗീവ് മച്ച് അറ്റൻഷൻ അറ്റ് നോർത്ത് ഈസ്റ്റേൺ ഏരിയ. നമ്മൾ ഈ അരുണാചൽ പ്രദേശ് പോലുള്ള നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. സോ ഈ ഒരു ആസാം പ്ലെയിൻസിലൂടെയൊക്കെയാണ് മെല്ലെ അരുണാചൽ പ്രദേശിലൂടെയൊക്കെ വന്ന് അക്സായി ചിന്നൊക്കെ എന്ത് ചെയ്തത്, അക്സായി ചിന്നും അതേപോലെ തന്നെ നമ്മൾ ചില ഭാഗങ്ങളൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കൂടുതൽ ശ്രദ്ധ എങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി, നോർത്തിലേക്ക് കൊടുക്കുക. എപ്പോഴും സെൻറ്റർ മാത്രമായിരുന്നു ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ പിന്നീട് നോർത്തിലേക്ക് എന്ത് ചെയ്യാണ്, ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര were constituted
ആസ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്. പിന്നീട് ഇതൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നീട് നാഗാലാൻഡും മണിപ്പൂർ അതേപോലെ തന്നെ ത്രിപുരയൊക്കെ സെപ്പറേറ്റ് സ്റ്റേറ്റുകളായിട്ട് എന്ത് ചെയ്തു, ഫോം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യ പാക് റിലേഷനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു യുദ്ധം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് ഏതൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് മിസ്സിന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു വീഡിയോന് താഴെ നിങ്ങൾ കൊടുക്കണം. കൃത്യമായിട്ട് ടോപ്പിക്ക് പറഞ്ഞാൽ ആ ടോപ്പിക്ക് വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ മക്കൾക്ക് ആ ഒരു വീഡിയോസായിട്ട് ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണോ, മാച്ച് ദ ഫോളോവിങ് ആണോ, വൺ വേർഡ് ആണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതുമായിട്ട് മിസ് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വരും. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.